ആലപ്പുഴ ചാരുമൂട്ടിൽ SNDP ഗുരുമന്ദിരത്തിലെ പ്രാർത്ഥനാ ഹാൾ പോളിംഗ് ബൂത്ത് ആക്കിയതിനെതിരെ പ്രതിഷേധവുമായി വിശ്വാസികൾ. ഗുരുമന്ദിരത്തിന് സ്ഥലപരിമിതി ഉണ്ടെന്നും പോളിംഗ് ബൂത്ത് ആക്കിയാൽ പൂജകൾ മുടങ്ങുമെന്നും വിശ്വാസികൾ പറയുന്നു. ചാരുമൂട് കരിമുളയ്ക്കൽ 271 നമ്പർ ഗുരുമന്ദിരത്തിലെ വിശ്വാസികളുടേതാണ് ഈ പ്രതിഷേധം. പ്രതികരണങ്ങൾ ലഭ്യമാണ് അതിലേക്ക്. അതായത് നിത്യപൂജ ഉള്ളൊരു ഗുരുക്ഷേത്രമാണിത്. ഈ ഗുരുക്ഷേത്രത്തിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതൊരു പോളിംഗ് ബൂത്തായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന്റെ അധികാരികൾ. ചില ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഗുരുദേവ ഇവിടുത്തെ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാ കാര്യങ്ങൾക്കും തടസ്സം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പോളിംഗ് ബൂത്ത് ഏറ്റെടുത്തിട്ടുള്ള കാര്യം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് സമീപത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് അവിടെ പോളിംഗ് ബൂത്തായിട്ട് നൽകണമെന്നാണ് നമുക്ക് അറിയിക്കുന്നത്. മനീഷ് മാത്യു തത്സമയം ചേർന്നോണ്ട്. മനീഷ്, ഇതിപ്പം വിശ്വാസികളുടെ പ്രതിഷേധമൊക്കെ കേട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്? സേതുലക്ഷ്മി, നിലവിൽ ഈ ഹാൾ SNDP ഹാൾ എടുത്തിട്ടുള്ളത് ഇതൊരു ഓഡിറ്റോറിയം എന്ന നിലയ്ക്കാണ് ഇതിനെ ഒരു ബൂത്തായി പരിഗണിച്ച് എടുത്തിട്ടുള്ളത്. നേരത്തെ അതിന് ഈ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത് മുന്നുണ്ടായിരുന്ന ഭരണസമിതി ആയിരിക്കാം ഈ അനുമതി നൽകിയത്. പക്ഷേ അത് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പുറത്ത് നൽകി എന്നുള്ളതാണ് അവരുടെ പരാതി. പൂജകൾ മുടങ്ങുമെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിന് പിന്നിലൂടെ ഒരു വാതിൽ കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഗുരുമന്ദിരത്തിന്റെ സമീപപുറത്ത് മാത്രമല്ല മറ്റൊരു വഴിയിൽ കൂടെ ഈ പറയുന്ന ഈ SNDP ഹാളിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ വിശ്വാസികൾ പറയുന്നത് ഇത് ഹാളല്ല, മറിച്ച് ഒരു പ്രാർത്ഥന ആലയമായിട്ടാണ് അവർ കാണുന്നത്. അവിടെ പ്രാർത്ഥന യോഗങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ, മറ്റു പരിപാടികൾ നടക്കാറില്ല. അതുകൊണ്ട് അവരുടെ പൂജകളൊക്കെ നടക്കുന്ന സമയമാണ്, അത് മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പരാതി. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ കലക്ടർക്കും അതുപോലെ തന്നെ SNDPയുടെ മറ്റ് യോഗങ്ങൾക്കൊക്കെ തരത്തിലേക്കൊക്കെ കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയുമായിട്ടില്ല. അവർ പരാതി നൽകിയിട്ടേ ഉള്ളൂ. അപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് അവിടെയുള്ള ഈ ശാഖയിലുള്ള കുടുംബങ്ങളോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. ഇനിയും ഈ തീരുമാനമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ശാഖയിലുള്ളവർ മുഴുവനായും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് തീരുമാനങ്ങൾ പിന്നീടായിരിക്കും ഉണ്ടാവുക. ശ്രീധരലക്ഷ്മി.